നമ്മുടെ പാർലമെന്റ് മന്ദിരം ഒരു വലിയ ചലച്ചിത്ര പ്രദർശനശാലയാണെന്നും താനൊരു ബോളിവുഡ് മാസ് മസാല പടത്തിലെ അമാനുഷിക സിദ്ധിയുള്ള നായകനാണെന്നും സങ്കല്പിച്ചുകൊണ്ടാവണം നെഹ്റുവിന്റെ മകളുടെ മകന് ഇറ്റാലിയൻ നിർമ്മിത ഭാര്യയിലുണ്ടായ പുത്രൻ പാർലമെന്റിൽ പ്രതിപക്ഷ നേതാവിന്റെ വേഷമാടിയത്. രാഗ എന്ന ബ്രാൻഡ് നെയിമിൽ ഇന്ത്യ സഖ്യം പുനരവതരിപ്പിച്ചിരിക്കുന്ന ശ്രീ രാഹുൽ രാജീവ് നെഹ്റു യാതൊരു സഭാകമ്പവും കൂടാതെ സഭയിൽ പ്രതിപക്ഷ നേതാവിന്റെ വേഷമാടി. നന്ദമൂരി ബാലകൃഷ്ണയ്ക്ക് പ്രകാശ് രാജിലുണ്ടായിട്ടുള്ള പുത്രൻ. ആ പുത്രൻ കൽക്കി വേഷം അവതരിപ്പിച്ചാൽ ഉണ്ടാവുന്ന ഗരിമ തീർച്ചയായും രാഗയുടെ പ്രകടനത്തിനുണ്ടായിരുന്നു. ഊറ്റമുറ്റിയ ഭാവത്തോടെ ഡയലോഗുകൾ തെറിപ്പിച്ചു. 3 ദിവസമായി ശോധന തരപ്പെടാത്ത ഒരു മലമുറുകി മനുഷ്യൻ 4ാം ദിനം വളരെ അർപ്പിത ബുദ്ധിയോടുകൂടി വിസർജന പരിശ്രമം നടത്തുമ്പോൾ തീർച്ചയായും അയാളുടെ മുഖത്ത് ഒരുതരം മുറുക്കം പ്രകടമാവും. വാസ്തവത്തിൽ അതേ മലമുറുക്കി ഭാവം തന്നെയാണ് ഭരണകക്ഷിക്ക് നേരെ രാഹുൽ നെഹ്റു തൊടുത്തത്. അതിനെ മലയാള മാധ്യമങ്ങൾ നിസ്സംശയം മാസ് എന്ന് വിശേഷിപ്പിച്ചു. പ്രതിപക്ഷ നേതാവായി നിയോഗിക്കപ്പെട്ട ശ്രീ രാഹുൽ നെഹ്റു ഇന്ത്യൻ പാർലമെന്റിൽ മോദിക്കെതിരെ ആഞ്ഞടിച്ചുവെന്ന് നമ്മുടെ മാധ്യമ ധർമ്മക്കാരന്മാർ ആഞ്ചി എഴുന്നേറ്റ രോമങ്ങളോടുകൂടി വാർത്തയും പറഞ്ഞു കളഞ്ഞു. അത് കണ്ടതുകൊണ്ട് മാത്രമാണ് ആ ആരാധന, വാഴ്ത്തൽ, അത് കണ്ടതുകൊണ്ട് മാത്രമാണ് ഇത്രയും പറയേണ്ടി വരുന്നത്. നമ്മുടെ മാധ്യമ ധർമ്മക്കാരന്മാർ തീർച്ചയായിട്ടും ഒരു കാര്യം മനസ്സിൽ വയ്ക്കണം. ആഞ്ഞടിക്കാനും ആഞ്ഞിടിക്കാനും നിലത്തിട്ട് ചവിട്ടാനും ഒക്കെ മോദി പ്രബുദ്ധ കേരളത്തിൽ പ്രിൻസിപ്പളായി സേവനമനുഷ്ഠിക്കുന്ന ഒരു മനുഷ്യനോ ലോക്സഭ എന്നാൽ SFI പരീക്ഷകൾ നിയന്ത്രിക്കുന്ന ഒരു കൊലാലയമോ ഒന്നുമല്ല. അല്ലെങ്കിൽ ഇന്ത്യൻ പാർലമെന്റ് എന്നത് ഭരണപക്ഷവും പ്രതിപക്ഷവും ചേരിതിരിഞ്ഞ് ഗുസ്തി പിടിക്കുന്ന ഒരു ഗോതയുമല്ല. മാധ്യമങ്ങൾ ആ നിലയിലുള്ള പാകതയോടെ നമ്മുടെ ജനാധിപത്യ പ്രക്രിയകളെയും ജനാധിപത്യ പ്രവർത്തനങ്ങളെയും ഒക്കെ സമീപിക്കുന്നതാവും നല്ലത്. രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയുടെ മർമ്മം നോക്കി ആഞ്ഞിടിക്കാനുള്ള ഇടമാണ് പാർലമെന്റ് എന്ന് നമ്മുടെ പ്രതിപക്ഷ നേതാവിന് മാധ്യമങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത് ഒട്ടും തന്നെ ബുദ്ധിയല്ല. കുരങ്ങിനെ കൊണ്ട് ചുടുചോറ് വാരിക്കുന്നത് പോലെ ക്രൂരവും ബുദ്ധി ഉറയ്ക്കാത്ത ഒരു മനുഷ്യനെ കബളിപ്പിക്കുന്നത് പോലെ നിന്ദ്യവുമായ ഒന്നാണ് രാഹുൽ നെഹ്റുവിന്റെ പെരുമാറ്റ വൈകല്യങ്ങളെയും പരിമിതമായിട്ടുള്ള പൗരബുദ്ധിയെയും പ്രോത്സാഹിപ്പിച്ചു വിടുന്നത്. ഇതിൽ കൂടുതൽ ഒന്നും തന്നെ ഈ പോകൻ പറയുന്നില്ല. പ്രതിപക്ഷ നേതാവിന്റെ വേഷം കെട്ടി ജോർജ് സോറോണിന്റെ തച്ചുകാരനെ പോലെ, അല്ലെങ്കിൽ ജോർജ് സോറോൺ കീ കൊടുത്തു വിട്ടതുപോലെ രാഹുൽ നെഹ്റു ആഞ്ഞടിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ പിന്നിലിരുന്ന NK പ്രേമചന്ദ്രന്റെ മുഖത്തുനിന്ന് അളന്നെടുക്കാൻ കഴിയും രാഗയുടെ ആഞ്ഞടിയുടെ ആ കരുത്ത്. ജനാധിപത്യ ബോധവും പൗരബുദ്ധിയും സാമൂഹ്യ ചിന്തയും സംസ്കാരവും അച്ചടക്കവും വകതിരിവും മാന്യതയും മര്യാദയും ഒക്കെ അപാരമായ അളവിൽ പേർന്ന ഒരു മനുഷ്യനാണ് പ്രേമചന്ദ്രൻ. രാഗയ്ക്ക് എവിടെ പിഴച്ചുവെന്നും എവിടെയൊക്കെയാണ് രാഗ വസ്തുതകൾ പറഞ്ഞതെന്നും എപ്പോഴൊക്കെയാണ് രാഗ അബദ്ധത്തിന്റെ ആവേശരൂപമായതെന്നുമൊക്കെ പ്രേമചന്ദ്രന്റെ മുഖം വായിച്ചവർക്ക് കൃത്യമായി പിടികിട്ടും. രാഗ പാർലമെന്റിൽ മാസായെന്ന് പറഞ്ഞ് പൂടാഞ്ചപ്പെടുന്ന മാധ്യമധർമ്മക്കാരന്മാർ ഒന്ന് മനസ്സിലാക്കണം. മാസിൽ നിന്ന് മാനവികതയുടെയും മര്യാദയുടെയും മാന്യതയുടെയും ഒക്കെ ആ അങ്ങ് മാഞ്ഞാൽ മിച്ചമാകുന്നത് വെറും ആസ് മാത്രമാകും. ആസ്. നമ്മുടെ പ്രതിപക്ഷ നേതാവ് മാസൊന്നുമാകണ്ട, ആസാകാതിരുന്നാൽ മാത്രം മതി. അതിനുള്ള വഴിയാണ് പ്രതിപക്ഷ ബുദ്ധിയുള്ള മനുഷ്യരും മാധ്യമങ്ങളും ഒക്കെ നോക്കേണ്ടത്. നമുക്കറിയാം, ജോർജ് സോറോണിന്റെ ശമ്പളം പറ്റുന്ന സാമൂഹ്യ വിരുദ്ധർ ലോകമെമ്പാടുമുണ്ട്. മാധ്യമധർമ്മക്കാരായും നവമാധ്യമ പ്രവർത്തകരായും ജനസേവന വ്യവസായികളായും വമ്പൻ നേതാക്കളായും ഒക്കെ സോറോണിന്റെ ശമ്പളം പറ്റുന്നവർ ഈ രാജ്യത്തും ധാരാളമായിട്ടുണ്ട്. സോറോണിന്റെ ശബ്ദം ഒരു ഇന്ത്യക്കാരന്റെ ശരീരത്തിലൂടെ ഇന്ത്യൻ പാർലമെന്റിൽ മുഴങ്ങാതിരിക്കട്ടെ എന്ന ഒരു ആഗ്രഹം എന്തായാലും ഈ പോങ്ങൻ വെച്ച് പുലർത്തുന്നുണ്ട്. അത് കുറച്ചുള്ള പരിഷ്കാര ബുദ്ധിയും പുരോഗമന ഭാവവും മതേതര ബോധവും ഒക്കെ മതി ഈ പോങ്ങന്. പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയെ വിമർശിക്കേണ്ട ഇടങ്ങളിൽ തീർച്ചയായിട്ടും വിമർശിക്കണം. പിന്തുണ നൽകേണ്ടിടത്ത് അത് നൽകുകയും വേണം. ശരിയായ വഴിയെ സർക്കാരിനെ അഴിച്ചുവിടുകയും തെറ്റായ പാതയിലേക്ക് കടക്കാതെ സർക്കാരിനെ കാക്കുകയുമാണ് പ്രതിപക്ഷത്തിന്റെ പ്രഥമ ചുമതല. അതിന് സാധിക്കണമെങ്കിൽ ശരിയായ വഴി ഏതെന്ന് അറിയണം. തെറ്റായ വഴിയെപ്പറ്റി കൃത്യമായ ബോധ്യമുണ്ടാവണം. ആ തിരിച്ചറിവാണ് പ്രതിപക്ഷത്തിന് വേണ്ടത്. തീർച്ചയായും ആ ബോധ്യമുള്ളവനാവണം ഒരു പ്രതിപക്ഷ നേതാവ്. അല്ലാതെ PR ഏജൻസി വായിൽ തിരികെ തരുന്ന പരസ്യവാചകങ്ങൾ അപാരമായിട്ടുള്ള ആത്മവിശ്വാസത്തോടുകൂടി ആർക്കു മുന്നിലും നാക്കുകൊണ്ട് തുപ്പുക എന്നതല്ല തികവത്ത ഒരു പ്രതിപക്ഷ നേതാവിന്റെ ലക്ഷണം. ഭയമല്ലൻ സമരായുധം എന്ന് സാഹിത്യ വീമ്പടി നടത്തിയത് കൊണ്ടോ വായ കൊണ്ട് സ്നേഹ കട തുറന്നതുകൊണ്ടോ പ്രയോജനമില്ല. വൈരാഗ്യ ബുദ്ധിയുള്ളവനല്ല രാഗ എന്ന ബോധ്യം പ്രവൃത്തിയിലും പെരുമാറ്റത്തിലും ഒക്കെ തീർച്ചയായിട്ടും രാഗ കാണിക്കണം. രാഗ വായിൽ സ്നേഹക്കട തുറന്ന് വെക്കുകയും നാക്കുകൊണ്ട് സ്നേഹം വിളമ്പുകയും ചെയ്തിട്ട് കാര്യമില്ല. ആ സ്നേഹം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും പെരുമാറ്റത്തിലും പ്രവൃത്തിയിലും ഒക്കെ പ്രകടിപ്പിക്കാൻ തീർച്ചയായിട്ടും സാധിക്കണം. അങ്ങനെ സാധിച്ചാലേ ഗുണമുള്ളൂ. ഭയമില്ലായ്മയാണ് എന്റെ സമരായുധം എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ അത് കേൾക്കാൻ രസമുള്ളൊരു കാര്യമാണ്. പക്ഷേ ആ ഭയമില്ലായ്മ എന്ന് പറയുന്ന ഒരു അവസ്ഥയിലൂടെ കടന്നു പോകാൻ കഴിയുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ പറയുന്ന ഭരണഘടനയെ പോലും വിറപ്പിക്കാൻ കഴിയുന്നത്ര ഫാസിസ്റ്റുകളാണെന്ന് പറയുന്ന ഇവരുടെ ആ ഫാസിസത്തിന്റെ ശക്തിയില്ലായ്മ തന്നെയാണ് രാഹുലിനൊക്കെ ഭയമില്ലായ്മ സമരായുധമാക്കാൻ സാധിക്കുന്നത്, അല്ലേ? അങ്ങനെ ഒരു വശവും കൂടി അതിനകത്തുണ്ട്. ശരിയല്ലേ? നിർത്തി.
പ്രതിപക്ഷം എന്നാൽ ജോർജ് സോറന്റെ കൂലിപ്പട്ടാളമാണെന്ന് സാമാന്യ ബോധമുള്ളവരെ കൊണ്ട് പറയിപ്പിക്കാത്ത നിലയിൽ പ്രവർത്തിക്കാനും നാവാട്ടാനും പറ്റണം. 8500 രൂപ കൊടുക്കാമെന്ന് ചുമ്മാ വെറുതെ ഒന്ന് പറഞ്ഞു പറ്റിച്ചാൽ മാത്രം മതി സ്വന്തം വോട്ട് ദാനിക്കാൻ മടിയില്ലാത്ത സോറന്റെ മക്കളായി ചുരുങ്ങാൻ ഈ രാജ്യത്ത് പൗരന്മാരുണ്ട്. 6 പതിറ്റാണ്ടിലധികം കോൺഗ്രസ് ഭരിച്ചിട്ടും 8500 രൂപ കൊടുക്കാമെന്ന് പറഞ്ഞാൽ കോൺഗ്രസിന് ഇനിയും വോട്ട് കൊടുക്കാൻ ആളുകൾക്ക് കഴിയുന്നത് ആർത്തി കൊണ്ടല്ല, അവരുടെ വിവരമില്ലായ്മ കൊണ്ടുമാവില്ല. ജനാധിപത്യ ബോധത്തിന്റെ കുറവിനെയും നമുക്ക് കുറ്റം പറയാൻ കഴിയില്ല. അവരുടെ സാമ്പത്തിക സാഹചര്യം അത്ര ദയനീയമായതുകൊണ്ടാണ് അവരങ്ങനെ കബളിപ്പിക്കപ്പെടുന്നത്. അടുത്ത 5 കൊല്ലത്തിനകം അവരുടെ സാമ്പത്തിക സാഹചര്യം മെച്ചപ്പെടുത്താൻ വേണ്ടുന്ന പ്രവർത്തനങ്ങൾ BJP കാഴ്ചവെച്ചില്ലെങ്കിൽ സോറന്റെ കൂലിപ്പട്ടാളം അവരെ ഇനിയും വേട്ടയാടി വോട്ട് നേടും. രാഹുൽ നെഹ്റുവിനോട് ഒരു കാര്യം തീർച്ചയായിട്ടും പോകാൻ വളരെ ആത്മാർത്ഥതയോടെ പ്രതിപക്ഷ ബുദ്ധിയോടുകൂടി സഹകരണ ബോധത്തോടുകൂടി പറയാം. അലൻ ജോസ് പെരേരയും ആറാട്ടണ്ണനും എല്ലാം ആഘോഷിക്കപ്പെടുന്ന, ഈ ബുൾജറ്റും സഞ്ജു ടെക്കിയും ഒക്കെ ഇൻഫ്ലുവൻസേഴ്സ് ആവുന്ന, നിപാതിശാന്തനും സ്ത്രീ ചിത്രനും ഒക്കെ സാംസ്കാരിക നായകളാകുന്ന, കനേഡിയൻ അക്കച്ചിയും കൗപാലനും കൗപാലി നായരും ഒക്കെ നവോത്ഥാന നായികന്മാരാകുന്ന നാടാണ് നമ്മുടെ നവകേരളം. അതുകൊണ്ട് തന്നെ നവകേരളത്തിലെ സാമ്പ്രദായിക സാമൂഹ്യ നവമാധ്യമ ധർമ്മക്കാരന്മാരുടെ ആഘോഷത്തിന് ഇരപ്പെടുന്നത് അത്ര കണ്ട് അഭിമാനകരമായിട്ടുള്ള സംഗതിയാണെന്ന് താങ്കൾ തീർച്ചയായിട്ടും കരുതരുത്. അത് അപമാനകരമായിട്ടുള്ള സംഗതിയാണെന്ന് കരുതിയാൽ പോലും അതിൽ സത്യമുണ്ട്, വാസ്തവമുണ്ട്. കിട്ടിയോ? അതുകൊണ്ട് ദയവായി അങ്ങ് അവരുടെ പ്രശംസയിൽ വീഴരുത്. അതുപോലെ കക്ഷി രാഷ്ട്രീയ പോരടി, വമ്പു പറച്ചിൽ, വീമ്പടി, ഗുസ്തിപിടുത്തം മുതലായിട്ടുള്ള കലാകായിക പരിപാടികൾ അവതരിപ്പിക്കാനുള്ള വേദിയാണ് നമ്മുടെ ഇന്ത്യൻ പാർലമെന്റ് എന്ന് താങ്കൾ ധരിക്കുകയും അരുത്. ജനങ്ങളുടെ ക്ഷേമത്തിനും ഐശ്വര്യത്തിനും അഭിവൃദ്ധിക്കും വേണ്ടതായിട്ടുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്നതിനും നാടിന്റെ പുരോഗതിക്കും സുരക്ഷയ്ക്കും വേണ്ടുന്ന നടപടികൾ കൈക്കൊള്ളുന്നതിനും സമാധാന സുന്ദരവും സമ്പൽ സമൃദ്ധവുമായിട്ടുള്ള ഭാവി രാജ്യത്തിന് പ്രദാനം ചെയ്യാൻ വേണ്ടതായിട്ടുള്ള നീക്കങ്ങൾ നടത്തുന്നതിനും വേണ്ടിയാവണം ഭരണ പ്രതിപക്ഷ ഭേദം കൂടാതെ നിങ്ങളെല്ലാം പാർലമെന്റിൽ വിയർക്കേണ്ടത്. അതിനായിട്ടാണ് ഈ ജനങ്ങളെല്ലാം നിങ്ങളെ അങ്ങോട്ടേക്ക് പറഞ്ഞു വിട്ടിരിക്കുന്നത്. അല്ലാതെ ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് ആഞ്ഞടി നൽകാനും പ്രധാനമന്ത്രിയിൽ നിന്ന് ആഞ്ഞടി വാങ്ങാനുമുള്ള വെറുമൊരു കെട്ടിടമല്ല ഇന്ത്യൻ പാർലമെന്റ് മന്ദിരം. അപാരമായിട്ടുള്ള ആത്മവിശ്വാസത്തോടെ അബദ്ധം പറയുമ്പോൾ അത് ആഘോഷിച്ചുകൊണ്ട് പിന്നിൽ നിന്നും വാനരബുദ്ധിയോടുകൂടി ഡെസ്കടി നടത്തുന്ന പ്രതിപക്ഷാംഗങ്ങളെ അപ്പാടെ നമ്പുകയേ അരുത്. പറ്റുമെങ്കിൽ ആലപ്പുഴ ഗാന്ധിയനായിട്ടുള്ള വേണുഗോപാലന്റെ കക്ഷത്തിൽ നിന്നും തലവലിച്ച് NK പ്രേമചന്ദ്രനെ സമൂലം നമ്പാൻ നോക്കണം. കക്ഷി രാഷ്ട്രീയം നോക്കണ്ട, പക്ഷരാഷ്ട്രീയം നോക്കിയാൽ മതി തൽക്കാലം. അങ്ങനെയെങ്കിൽ തീർച്ചയായിട്ടും രാഹുൽ നെഹ്റുവിന് നല്ലതേ വരൂ. അതല്ല എന്നുണ്ടെങ്കിൽ ഇതാണ് പ്രകടനമെങ്കിൽ, ഈ പ്രകടനത്തിനാണ് ഇങ്ങനെ കയ്യടി പ്രതിപക്ഷാംഗങ്ങളിൽ നിന്നും മാധ്യമങ്ങളിൽ നിന്നും ലഭിക്കുന്നതെങ്കിൽ അടുത്ത തവണ തീർച്ചയായിട്ടും 99 സീറ്റിൽ നിന്നും ഒരു 50 സീറ്റെങ്കിലും കീഴോട്ട് വളരാനുള്ള, കീഴോട്ട് വർദ്ധിക്കാനുള്ള എല്ലാ സാധ്യതയും പോകാൻ കാണുന്നുണ്ട്. യാതൊരു വിരോധവും കൊണ്ടല്ല പോകൻ ഇത് പറയുന്നത്. തീർച്ചയായിട്ടും പോകൻ പ്രതിപക്ഷ ബുദ്ധിയുള്ള ഒരാളാണ്. കോൺഗ്രസ് തളർന്നു പോകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളല്ല. പക്ഷെ കോൺഗ്രസ് എന്തൊക്കെ പഴികൾ ഇപ്പോൾ നിലവിൽ കേൾക്കുന്നുണ്ടോ ആ പഴികളെല്ലാം മാറ്റിക്കൊണ്ട് നല്ല പ്രതിപക്ഷമായിട്ടിരിക്കാൻ വേണ്ടുന്ന പ്രവർത്തനങ്ങളാണ് കാഴ്ചവെക്കേണ്ടത്. ഭരണം നടത്താൻ കഴിയുന്ന നിലയിലേക്ക് രാഗ വളർന്നു, രാഗയുടെ ഒരു പൗരബുദ്ധി വളർന്നു, ജനാധിപത്യ ബോധം വളർന്നു എന്നുള്ള ഒരു തോന്നൽ തീർച്ചയായിട്ടും പോകാനില്ല. അതുകൊണ്ട് തൽക്കാലം നല്ലൊരു പ്രതിപക്ഷമാകാൻ വേണ്ടുന്ന പ്രവർത്തനങ്ങൾ രാഗയിൽ നിന്നുണ്ടാവട്ടെ. അതിന് അങ്ങനെ ഒരു പ്രവർത്തനം നടത്താൻ രാഗയ്ക്ക് കഴിയട്ടെ. തീർച്ചയായിട്ടും കേരളത്തിലെ മാധ്യമധർമ്മക്കാരന്മാരുടെ വിമർശനം നേടുന്ന നിലയിൽ പ്രവർത്തിക്കാൻ കഴിയുകയാണ് എന്നുണ്ടെങ്കിൽ അതോളം ഒരു നല്ല കാര്യം പ്രതിപക്ഷ സേനയ്ക്ക് കിട്ടാനില്ല എന്നുള്ള ഒരു തോന്നലാണ്, ഒരു ബോധ്യമാണ് തീർച്ചയായിട്ടും ഈ പോങ്ങനുള്ളത്. കിട്ടിയോ?